ഹലോ വെൽക്കം ടു അവർ ചാനൽ മൈ സ്പിരിച്വൽ ജേർണി 1111. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സജസ്റ്റഡ് ടോപ്പിക് ആയിരുന്നു. നിങ്ങളുടെ മാറ്റം അവരെ ഭയപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഇപ്പൊ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തെയാണോ ബിലീവ് ചെയ്യുന്ന ഒരു ദൈവത്തെ നന്നായിട്ട് പ്രെയർ ചെയ്ത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ മാറ്റം എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സണെ ഭയപ്പെടുത്തുന്നുണ്ടോ, അവരെ എഫക്ട് ചെയ്യുന്നുണ്ടോ? കിങ് ഓഫ് വാൻസ്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. Ten of Swords, Page of Swords, Gemini, Libra, Aquarius, എയർ സൈൻ ആക്റ്റീവ് ആണ് കേട്ടോ. എയർ സൈൻ ആണ് ഇതുവരെ ആക്റ്റീവ് ആയിട്ടുള്ളത്. ദെൻ ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ഫയർ സൈൻ ആക്റ്റീവ് ആണ്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഏഞ്ചൽസ്, യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഡിവൈൻ, താങ്ക് യു ഏഞ്ചൽസ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു. Thank you. Okay. 2 of Wands, 6 of Wands. Beautiful energy. Okay. 3 of Wands, Aries, Leo, Sagittarius and Gemini, Libra, Aquarius. ഫയർ സൈനും എയർ സൈനും ആണ് കൂടുതലായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ളത് കേട്ടോ. King of Swords, Knight of Cups. Okay. 8 of Swords. ഓക്കെ, സൈൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇത്തവണ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള എയർ സൈൻ ആണ് കേട്ടോ. ഏരീസ് എയർ സൈൻ മീൻസ് ജെമിനി, ലിബ്ര, അക്വേരിയസും പിന്നെ ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ഫയർ സൈനും രണ്ടും സ്ട്രോങ് ആക്റ്റീവ് ആണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും മേ ബി ഫയർ എയർ കോമ്പിനേഷൻ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയറും എയർ കോമ്പിനേഷനും ആയിരിക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ അതാണ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു റീഡിങ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഭൂമി ഇതൊരു നല്ല എനർജി ആയിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത്. ഐ തിങ്ക് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കണക്ഷൻ എൻഡിങ്ങിന്റെ ഒരു എനർജീസിലായിരിക്കാം. മേ ബി ഇവിടെ ഒരു സെപ്പറേഷൻ എനർജി, ലെസ് കോണ്ടാക്ട് എനർജി, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. അപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവിടെ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ നിങ്ങൾ വളരെയധികം ക്യൂൺ ഓഫ് സോൾസിന്റെ എനർജീസിലാണ് ഈ ഒരു ടൈമിലുള്ളത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് വേണം. ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നുള്ളത്. കാരണം ഓൾറെഡി നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ കുറെ സഫർ ചെയ്ത് നിന്നിട്ടുണ്ട്, പക്ഷെ യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റും ഉണ്ടായിട്ടില്ല. കാരണം ഒരു കണക്ഷൻ ആകുമ്പോൾ എപ്പോഴും അതിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം. എന്തെങ്കിലും ഒരു നിങ്ങൾ കൊടുക്കുന്നതിന്റെ 1% എങ്കിലും റിട്ടേൺ വേണം. പക്ഷെ ഒരു തരത്തിലും ഒരു റിട്ടേൺ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കണ്ടീഷനിങ്ങിന്റെ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ ഉള്ളത്. ഈ ഒരു ടൈമിൽ നിങ്ങൾ വളരെ റൂഡായിട്ടാണ് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്നുള്ളത്. കാരണം ഞാൻ ഡിസേർവ് ചെയ്യുന്നത് എനിക്ക് വേണം. ഇങ്ങനെ എപ്പോഴും വന്നും പോയി നിൽക്കുന്ന ഒരു എനർജിയോ അല്ലെങ്കിൽ എനിക്ക് യാതൊരു വാല്യൂ തരാത്ത രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അതിന് ശരിയാവത്തില്ല. കാരണം ഒത്തിരി ഞാൻ സഫർ ചെയ്തിട്ടുണ്ട്. എന്റെ ലവിനും ഞാൻ എടുത്തിട്ടുള്ള എഫോർട്ടിനും എന്താണ് എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നുള്ളത്. നിങ്ങൾ വളരെ എന്താ പറയാ, എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടൊരു മട്ടാണ്, അല്ലെങ്കിൽ എന്തും തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു മട്ടാണെന്നുള്ള ഒരു എനർജിയിലാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. ഈ ഒരു ടൈമിൽ അവർക്ക് അതാണ് തോന്നുന്നുള്ളത്. നിങ്ങൾ വളരെ റൂഡായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ ഒരു വാളും എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്കുള്ള ഒരു നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ഇവരുടെ തോട്ട്സ് അതാണ് നിങ്ങളെ കുറിച്ചിട്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ഫിയർ തോന്നുന്നുണ്ട് ഈ ഒരു ടൈമിൽ. നിങ്ങളുടെ ഈ ഒരു ക്യൂൺ ഓഫ് സോർട്സ് എന്നുള്ള ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ഫിയർ തോന്നുന്നുണ്ട്.
കാരണം ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല ഈ ഒരു കണക്ഷനിൽ നിന്നിട്ടുള്ളത് ഈ ഒരു വ്യക്തിയുടെ അടുത്ത്. നിങ്ങൾ വളരെയധികം ബെഗൊക്കെ ചെയ്ത് കാലും കൈയൊക്കെ പിടിച്ചായിരിക്കും ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്നിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ടൈമിൽ ഇവർക്ക് നല്ല രീതിക്ക് ഫിയർ ഉണ്ട് നിങ്ങളുടെ ഈ ഒരു എനർജി, നിങ്ങളുടെ ഈ ഒരു ക്യൂൺ ഓഫ് സോഴ്സിന്റെ എനർജീസിൽ ഒരു വ്യക്തിക്ക് നല്ല ഫിയർ ഉണ്ട്. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ന്യൂ ബിഗിനിങ് ചെയ്യണം എന്നുണ്ട്, പക്ഷെ അതിനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു എനർജിയിലാണ് ഇവിടെ ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. റീബർത്ത് ആണ് കിങ് ഓഫ് വാൻസ് കാണിക്കുന്നുള്ളത്. പക്ഷേങ്കിൽ ഈ ഒരു റീബർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഇത്രയും റൂഡായിട്ട് നിൽക്കുന്ന ക്യൂൻ ഓഫ് സോഴ്സിന്റെ എനർജിയിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ഒരിക്കലും റീബർത്ത് ചെയ്യാനായിട്ട് ഒക്കത്തില്ല എന്നുള്ള ഒരു ഫിയർ ഈ ഒരു വ്യക്തിക്കുണ്ട്. നിങ്ങൾ ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ നിങ്ങൾ വാള് വെച്ച് ഇവർക്കിട്ട് വെട്ടാനുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ള, ലൈക്ക് ഇവരെ പിടിച്ചിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതാണ് ഇവര് ചിന്തിക്കുന്നുള്ളത്. നിങ്ങൾ കാണിക്കുന്ന ഒരു എനർജി അതായിരിക്കാം. നിങ്ങൾ ഇപ്പൊ ഈ ഒരു ടൈമിൽ മെസ്സേജ് നിർത്തിയിട്ടുണ്ടാവാം, നിങ്ങൾ ഒരു കണ്ടീഷനിങ്ങിന്റെ എനർജിയിലായിരിക്കും നിൽക്കുന്നുള്ളത്. അതാണ് ഈ ഒരു വ്യക്തിയെ നന്നായിട്ട് പേടിപ്പെടുത്തുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ ഈ ഒരു ക്യൂൻ ഓഫ് സോഴ്സ് എന്നുള്ള ഒരു എനർജിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, ക്യൂൻ ഓഫ് കപ്സ് അല്ലെങ്കിൽ കിങ് ഓഫ് കപ്സ് എന്നുള്ള ഒരു എനർജിന്ന് ഈ ഒരു ക്യൂൻ ഓഫ് സോഴ്സ് എന്നുള്ള ഒരു എനർജിയിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു വ്യക്തിയെ നല്ല രീതിക്ക് പേടിപ്പെടുത്തുന്നുണ്ട്. നേരത്തെ വന്നും പോയി നിന്നതുപോലത്തെ ഒരു എനർജിയിൽ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു എനർജി ഒരു വ്യക്തിക്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ബ്ലോക്ക്ഡ് ആയിരിക്കാം, മേ ബി നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു വ്യക്തി പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ തിരിച്ചു ആവാം. എന്തായാലും ഇവിടെ ബ്ലോക്കിംഗ് എനർജീസ് ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ പ്ലാനുകളൊക്കെ, എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ ഉണ്ടാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള പുതിയ പുതിയ തന്ത്രങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പലപ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞ് പിന്നെ റിട്ടേൺ വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ്ങും കൊണ്ടൊക്കെ ആയിരിക്കും ഒരു വ്യക്തി വരുന്നത്. ഡയറക്റ്റ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാവില്ല. എന്ന് പറഞ്ഞ പോലെ ഇത്തവണയും അവളുടെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ അവന്റെ അടുത്തോട്ട് പോയി ഒരു പ്രത്യേക പ്ലാനോട് കൂടി ചെല്ലണം എന്നുള്ള ഒരു എനർജിയിലാണ്. പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയും സ്ക്രിപ്റ്റോട് കൂടിയും വേണം എനിക്ക് അവിടെ ചെല്ലാനായിട്ട്. എന്നാലേ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നുള്ള ഒരു എനർജിയിലാണ് ഇവിടെ ഈ ഒരു വ്യക്തി ഉള്ളത്. അപ്പം അങ്ങോട്ട് ചെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണെങ്കിലും ഒരു എനർജി ഉണ്ടല്ലോ, 8 ഓഫ് സോഴ്സിന്റെ എനർജീസ്, സെൽഫ് ഡിഫെൻസ്, അല്ലെങ്കിൽ ഇവരുടെ ഇമേജ് പോകാൻ പാടില്ല. ഇമേജ് അവിടെ തന്നെ ഉണ്ടാവുകയും വേണം, കാര്യവും നടക്കണം. അതായത് ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ. ശരിയാണ്, ആ ഒരു വ്യക്തി എന്നോട് അത് ചോദിക്കാനാണ് വന്നത് എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് തോന്നുകയും വേണം. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയുകയും വേണം. അപ്പം ആ ഒരു എനർജിയിൽ, ഒരു പ്ലാനിങ്ങിന്റെ എനർജീസിലാണ്, സ്ക്രിപ്റ്റിംഗിന്റെ എനർജിയിലാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ. ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിക്ക് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമായിരിക്കും, പക്ഷെ ആഗ്രഹിക്കുന്ന രീതിക്ക് നടക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളായിരിക്കും വളരെ നന്നായിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയായിരിക്കും ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വേണ്ടി. ഈ ഒരു വ്യക്തി റിട്ടേൺ വരുമ്പോൾ നിങ്ങളും ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും, ഇന്ന കാര്യങ്ങൾ ചോദിക്കണം, ഇന്ന കാര്യങ്ങൾ പറയണം എന്നുള്ള രീതിക്ക് നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും നിങ്ങളുടെ ആഗ്രഹിക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് അത് അങ്ങോട്ടേക്ക് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇത് സംസാരിച്ചൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല. പലപ്പോഴും നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, ഒരു ആത്മാർത്ഥത, അവരുടെ ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുവോ, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചോദിക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ കുറച്ച് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിലും വേണ്ടിയില്ല, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, കാരണം നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജീസ് ആണ്. ലോട്ട് ഓഫ് ലവ്, ഇമോഷൻസ്, ഫീലിംഗ്. ഒന്ന് ചെറിയ തോതിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് റിട്ടേൺ വന്നിട്ടുള്ളത്. അപ്പോൾ ക്യാമറയുടെ ഇരിക്കുന്ന പൊസിഷൻസ് ഒക്കെ ഏതോ രീതിക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. സോ അപ്പം റീഡിങ്സ് നോക്കാം കണ്ടിന്യൂ ആയിട്ട്. അപ്പം ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജീസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു എനർജീസിൽ എനിക്ക് ഇവിടെ ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ടേ നിങ്ങളിൽ വ്യൂവേഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന്റെ എനർജീസ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ലൈഫിലൊക്കെ വലിയൊരു ഇൻസിഡൻസ് സംഭവിക്കുമല്ലോ, ലൈക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്. ആ ഒരു ടൈമിൽ നമുക്ക് ജീവിക്കേ വേണ്ട എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുകയല്ലേ. ആ ഒരു ടൈമിൽ, ലൈഫിനും ഡെത്തിനും ഇടയ്ക്കുള്ള ആ ഒരു ടൈമിലായിരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തത്. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ എൻട്രി ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് മുന്നോട്ടേക്ക് ഒരു ലൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു പ്രചോദനമായിരിക്കാം മേ ബി ഈ ഒരു വ്യക്തി വന്നതോടുകൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇപ്പം ഈ ഒരു മൊമെന്റിൽ ഈ ഒരു വ്യക്തി റിട്ടേൺ പോയ സമയത്ത് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് ജീവിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ജീവിക്കാനായിട്ടുള്ള ഒരു ഹോപ്പ് ഉണ്ടാവില്ല. എനിക്ക് ആ ഒരു എനർജീസ് ആണ് ചിലരുടെയൊക്കെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്.
അത്രയ്ക്കും ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ ഒരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു, നമുക്ക് പ്രതീക്ഷകൾ തരുന്നു, പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് ഒന്നും പറയാതെ വാനിഷ് ആവുന്നു എന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ. ആ ഒരു എനർജീസിൽ ചിലരൊക്കെ ഈ ഒരു റീഡിങ് കാണുന്നുണ്ട്. അപ്പം അവര് തിരിച്ചു വരുമോ എന്നുള്ള ഒരു ഹോപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റർ ആയിട്ടുണ്ട്, അതായത് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു എനർജീസ് അതും നിങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എനിവേസ് അപ്പം എനിക്ക് ഇവിടെ ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് എന്തൊക്കെ ക്ലാരിറ്റി വേണമെങ്കിലും നിങ്ങൾ എന്തോരം സ്ക്രിപ്റ്റുകൾ എഴുതി ഇവരുടെ ഫ്രണ്ടിലേക്ക് പോയാൽ നിങ്ങൾക്കത് സക്സസ്ഫുള്ളി ആ ഒരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റിലെ പോലെ നടക്കുന്നുണ്ടാവില്ല ഒരു കാര്യങ്ങളും. കാരണം ഇവർ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു എനർജിയിലായിരിക്കാം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ടാവുക. ലൈക്ക് പലപ്പോഴും ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തി നിന്നിട്ടുള്ളത് ഇവരുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് ഉള്ള ടൈമിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളോട് ഒത്തിരിയുള്ള ഇഷ്ടം ഉള്ളത് കൊണ്ട് തന്നെ ഇവര് പലപ്പോഴും ഇവരുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി വന്നിട്ടുണ്ടാവും, നിങ്ങളെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു എനർജീസ് അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ബിലീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ആ ഒരു വ്യക്തി എന്നെ ഈ ഒരു ടൈമിൽ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു എനർജിയിലും പലരും കൂടെ ഉണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്ന ഒരു എനർജീസ് നിങ്ങളുടെ ഈ ഒരു മാറ്റം ഈ ഒരു വ്യക്തിയെ നല്ല രീതിക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്ര സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഇത്ര പെട്ടെന്ന് എങ്ങനെ ഈ ഒരു വ്യക്തി ചേഞ്ച് ആയ, ഇത്ര പെട്ടെന്ന് എങ്ങനെ എനിക്ക് എന്നോടുള്ള ഒരു ഫീലിങ്സ് ഒരു ഇമോഷൻസ് ആ ഒരു വ്യക്തിക്ക് ഇല്ലാണ്ടായത് എന്നുള്ള ഒരു ഫിയർ ഈ ഒരു വ്യക്തിക്കുണ്ട്. ഇവര് മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുന്ന ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടാവും, ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സിലുണ്ട് ആരോ പുതിയൊരാൾ ലൈഫിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയുടെ ഒരു വാല്യൂ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ തിരിച്ചു വേണമെന്ന് ഉള്ളൊരു ചിന്തയില്ലാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവർക്ക് വേണ്ടി എഫോർട്ട് എടുക്കാത്തത് എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്കുണ്ട്. ഒറ്റയടിക്ക് ഓടി വന്ന് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്ക് അതുപോലെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്താ ശരിക്കും എക്സാക്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതെന്ന് അറിയണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം, ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം നിങ്ങളെന്നുള്ള ഒരു വ്യക്തിനെ ഹേർട്ട് ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഒത്തിരി അധികം നിങ്ങൾ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് എഫോർട്ട് എടുത്ത് നിങ്ങൾക്ക് ഇനി എഫോർട്ട് എടുക്കാനായിട്ടും നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് കളയാനായിട്ടും ഉണ്ടാവില്ല. സെൽഫ് റെസ്പെക്ട് ഇല്ല എന്നുള്ള ഒരു എനർജിയിലായിരിക്കാം നിങ്ങൾ ഈ ഒരു ടൈമിൽ നിൽക്കുന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഇത്രയും ഹേർട്ട് ആയ സ്ഥിതിക്ക് നിങ്ങൾ സെൽഫ് ഡിഫൻസ് എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുകയാണ്. നിങ്ങൾ പ്രൊട്ടക്ട് അതായത് നിങ്ങൾ ഹേർട്ട് ആവരുത്. ഇനി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ ഒരു ട്രോമയിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഹോൾഡ് ചെയ്യാനോ നിങ്ങളെ താങ്ങാനായിട്ടോ ആരും ഉണ്ടാവില്ല, നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഒരു നോൺസെൻസ് ആയിട്ടുള്ള അല്ല ഇതുപോലത്തെ ഇനിയും ഇതുപോലത്തെ ഡ്രാമകളൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ടോ അത് കാണാനായിട്ടോ ഒരു മനക്കരുത്ത് നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡൗൺ ആയിട്ട് തന്നെ, അതായത് ഈ ഒരു ടൈമിൽ ഡൗൺ ആണ് എന്നിട്ട് പോലും നിങ്ങൾ ഒരു ക്യൂൻ ഓഫ് സോർട്സ് എന്നുള്ള എനർജിയിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം വേണം ഈ ഒരു കണക്ഷനിൽ എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം എപ്പോഴും ഒരു മെന്റൽ പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എപ്പോഴും നിങ്ങൾ മെന്റലി ഓക്കെ അല്ല, എപ്പോഴും നിങ്ങൾക്ക് ഒരു ഡിപ്രഷന്റെ ഒരു എനർജീസ് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഡൗൺ ആക്കുന്നുണ്ടാവും ഈ ഒരു കണക്ഷൻ. പലപ്പോഴും ഈ ഒരു കണക്ഷൻ ഒരു ടോക്സിക് എനർജിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനൊരു തീരുമാനം വേണം. എത്രയും കരുതിയിട്ടാണ് ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഇത്രയും കടന്നു കൂടുന്നത്. അതും ഞാനുമായിട്ട് ഇമോഷണലി കണക്ട് അല്ലാത്ത ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ഞാനുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആണോ അല്ലയോ എന്ന് പോലും ഉള്ളൊരു ക്ലാരിറ്റി എനിക്കില്ല. കാരണം എന്നോട് വളരെ റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. എന്നോട് ക്ലിയർ ആയിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് പോലും ചെയ്യാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് ഇത്രയധികം സങ്കടപ്പെടുന്നത് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണ് യാതൊരു തരത്തിലുള്ള ക്ലാരിറ്റി ഇല്ല എന്താ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതെന്നുള്ളത്. ഇനിയിപ്പോ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ ഓടിച്ചെന്ന് ക്ലാരിറ്റി കൊടുക്കാനായിട്ടൊന്നും നിൽക്കേണ്ട. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ആളുകൾക്ക് നമ്മുടെ വാല്യൂ മനസ്സിലാവുന്നുള്ളത്. സോ അപ്പം ലെറ്റ് ദം റിയലൈസ് ചെയ്യാനായിട്ട് അനുവദിക്കുക. ഓക്കെ, കൂടുതലായിട്ട് അങ്ങോട്ട് പോയി ആ ഒരു വ്യക്തി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്ത്, നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ചിലർക്കൊക്കെ ഈ ഒരു വ്യക്തിയുടെ ഫേക്ക് ഐഡി ആണത്, എന്നെ ചെക്ക് ചെയ്യാണ് സ്റ്റോക്ക് ചെയ്യണം, നിങ്ങൾക്ക് തന്നെ ഓൾറെഡി അറിയായിരിക്കും. പക്ഷെ അങ്ങനെ അറിയാമെങ്കിൽ പോലും നിങ്ങൾ മൈൻഡ് കൊടുക്കണ്ട, അതിന്റെ ആവശ്യമില്ല. ഇഷ്ടമായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ട് എഫോർട്ട് എടുക്കണം. എപ്പോഴും അങ്ങോട്ട് എഫോർട്ട് എടുക്കാൻ പോയാൽ അവിടെ ഒരു സേഫ് സോൺ ആണ് അവർക്ക്. എപ്പോഴും വന്നും പോയി നിൽക്കാമെന്നുള്ള ഒരു എനർജി, ഒരു തന്റെയുടെ ഒരു അഹങ്കാരം ഉണ്ടാവും. അതേസമയം അവർ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് നീയല്ലേ ഇത്തവണ ഇങ്ങോട്ട് വന്നത്, എന്തുകൊണ്ടാണ് ഇപ്പൊ ഇതിനൊരു ക്ലാരിറ്റി എനിക്ക് തന്നേ പറ്റുമോ? ക്ലാരിറ്റി നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ചോദിക്കാൻ പറ്റുന്നുണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളായിട്ട് ഇനി അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കാനൊന്നും പോകണ്ട. പോയാലും ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് അത് ഇല്ലാണ്ടായി പോവുകയുള്ളൂ. പിന്നെ ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങളല്ല, ആത്മാർത്ഥതയുള്ള ബന്ധങ്ങൾ എക്കാലത്തും ഏത് ടൈമിലും നിലനിൽക്കുന്നുണ്ടാവും. ആത്മാർത്ഥതയില്ലാത്ത ബന്ധങ്ങളാണ് എപ്പോഴും ഇല്ലാണ്ടായി പോകുന്നുള്ളത്. ഒരു ഈഗോ ആറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു എനർജി. ഇപ്പൊ നമ്മളോട് ഒരാൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ
ലൈക്ക് എന്നോട് പലരും റീഡിംഗ് സെക്ഷൻസിൽ വരുമ്പോഴും പറയാറുണ്ട് അയാൾക്ക് എന്നോട് ഇഷ്ടമാണെങ്കിലും ഭയങ്കര ഈഗോ ആറ്റിറ്റ്യൂഡുമാണ്, അയാളുടെ ഈഗോ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഒരാൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് ഒരാൾ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഈഗോയ്ക്കൊന്നും മാറ്റർ ഇല്ല. ഒന്നും രണ്ടും ദിവസമൊക്കെ മിണ്ടാതിരുന്നെന്ന് പറഞ്ഞാലും പിന്നീട് ഒരു ദിവസം പോലും മിണ്ടാതിരിക്കട്ടെ, 1 മന്തും 2 മന്തും 3 മന്തും 6 മന്തും ഒക്കെ ഒരു സെപ്പറേഷൻ എനർജീസ് വരുന്നുണ്ടെങ്കിൽ അതിന് റീസൺ അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ല എന്നുള്ളതാണ്. ഫസ്റ്റ് അവർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു, ആ അട്രാക്ഷന്റെ ബേസിൽ നിങ്ങളെ കുറെ അധികം ട്രാപ്പിലാക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടാവാം, കുറെ എഫേർട്ടുകൾ എടുത്തിട്ടുണ്ടാവും. പിന്നീട് ആ ഒരു വ്യക്തിക്ക് ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഉണ്ടായിരുന്ന ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ആ ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫാക്ച്വേഷൻ, അട്രാക്ഷൻ ഇല്ലാതായി പോയിട്ടുണ്ടാവും. അതാണ് മിക്ക ബന്ധങ്ങളും ഇങ്ങനെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് വരാനായിട്ടുള്ള റീസൺ. പക്ഷെ ചിന്തിക്കുമ്പോഴേക്കും എന്താ ചിന്തിക്കുന്നത്, ആ ഒരു വ്യക്തി അത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു, നമ്മൾ പറയത്തില്ല, ഒരാളെ നമുക്കൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഒരു കൈൻഡ്നെസ് ആണ്, ഒരാളെ നമ്മൾക്ക് വേണ്ടിയിട്ട് ആ ഒരു കാര്യം ചെയ്തല്ലോ, അപ്പൊ ഞാൻ ചെയ്യുന്നത് വലിയ മിസ്റ്റേക്ക് ആണെന്നുള്ള ചിന്ത നമുക്കൊരു മനസാക്ഷിക്കുത്ത് നമുക്ക് വരുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് പലർക്കും അങ്ങനെ ഒരു മനസാക്ഷി കുത്തുണ്ടാവാം, ആ ഒരു വ്യക്തി ഇത്രയും കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ എങ്ങനെയാണ് ആ ഒരു വ്യക്തി ജെനുവിൻ അല്ലാതെ ഞാൻ പറയുന്നത് എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ബട്ട് ആ ഒരു ടൈമിൽ ആ ഒരു വ്യക്തി ജെനുവിൻ ആയിരിക്കാം, പക്ഷെ പിന്നീടുള്ള ടൈമിൽ എങ്ങനെയാണെന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് പാസ്റ്റിൽ ജീവിക്കുകയല്ല ചെയ്യുന്നത്, ലൈഫ് എപ്പോഴും പാസ്റ്റിലേക്കല്ല പോകുന്നത്. ആ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ അല്ലെങ്കിൽ ആ ഒരു വീൽ എപ്പോഴും കാലചക്രം ഒരിക്കലും ബാക്കിലേക്കല്ല കറങ്ങുന്നത്, എപ്പോഴും ഫ്രണ്ടിലേക്കാണ്. അപ്പൊ എപ്പോഴും ഫ്രണ്ടിലേക്ക് നോക്കി ജീവിക്കാൻ ശ്രമിക്കുക, ബാക്കിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് കഴിഞ്ഞത് കഴിഞ്ഞു. ആ ഒരു ടൈമിൽ നിങ്ങൾ ലോയൽ ആയിട്ടിരുന്നു, അവർ ലോയൽ ആയിട്ടിരുന്നു. പക്ഷെ ഇൻ ഫ്യൂച്ചറിൽ എന്താണുള്ളത്, ഇൻ ഫ്യൂച്ചറിൽ അവർ ലോയൽ ആയിട്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ 100% ലോയൽ ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സെൽഫ് റെസ്പെക്ട് തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ അത് മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കേണ്ട ആവശ്യം പിന്നീടില്ല. ഓക്കെ, സോ ആർ എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ കണക്ഷനിലും ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വാല്യൂവും പ്രയോറിറ്റിയും കൊടുത്തിട്ടില്ല, ഈ ഒരു വ്യക്തി തന്നിട്ടില്ല. എഗെയിൻ നിങ്ങൾ ഒത്തിരി അധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ എഫേർട്ട്, അതായത് നമ്മൾ പറയില്ലേ, എഫേർട്ട് മാറ്റേഴ്സ് ഓവർ ദാൻ പ്രോമിസസ് എന്നല്ലേ. അതായത് പ്രോമിസസിനെ കഴിഞ്ഞും കൂടുതൽ എഫേർട്ടാണ് മാറ്റർ ആവുന്നുള്ളത്. പ്രോമിസ് ചെയ്യാം ആർക്ക് എന്ത് വേണമെങ്കിലും പ്രോമിസ് ചെയ്യാം, പക്ഷേങ്കിൽ അത് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം ആക്ഷൻ എടുക്കുന്നു, എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതിലാണ് മാറ്റർ ആയിട്ടുള്ളത്. അങ്ങനെ ഒരു ഇഷ്യൂസ് ഇല്ല, നിങ്ങൾക്ക് എഫേർട്ട് എടുക്കുന്നില്ല, അപ്പൊ എത്ര വർഷത്തെ സ്നേഹമാണെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞാലും ലൈക്ക് എന്താ പറയാ, അതിലൊരു ആത്മാർത്ഥത ഇല്ല, അല്ലെങ്കിൽ അതിൽ എഫേർട്ട് എടുക്കാനായിട്ടുള്ള ഒരു ഇതില്ല. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവിടെ എഫേർട്ട് ഉണ്ടാവുള്ളൂ, അതില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ എന്നുള്ളൊരു എനർജിയിലാവും. ഓക്കെ, എപ്പോഴും ആത്മാർത്ഥതയുള്ള ബന്ധങ്ങളിൽ നിൽക്കാൻ ശ്രമിക്കുക നിങ്ങൾ എല്ലാവരും. ശരിക്കും ഫസ്റ്റിലേക്ക് ആളുകൾ കുറെ എഫേർട്ട് എടുക്കുന്നുണ്ടാവും, നിങ്ങളെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് ഇംപ്രസ് ചെയ്യിക്കാനാണല്ലോ. ഇംപ്രസ് ഒക്കെ ചെയ്ത് നിങ്ങൾ തന്നെയാ, ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇവൻ അവിടെ ഉണ്ട്, ഇനിയിപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് അങ്ങ് പോയേക്കാം, കഴിഞ്ഞു, അവിടെ ആ ഇംപ്രഷൻ അങ്ങ് പോയി, ലൈക്ക് അവർക്കുള്ള ആ ഒരു മതിപ്പ് അങ്ങ് പോയി. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മതിപ്പ് കളയാതെ ശ്രമിക്കുക. അതിപ്പോ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, കൂടുതലായിട്ട് അങ്ങ് അവൈലബിൾ ആണെന്നുള്ള ഒരു എനർജിയിൽ നിൽക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കെ ഫൈൻ, അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക, കുറച്ച് എക്സ്പ്രസ് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യേണ്ടത്ര എക്സ്പ്രസ് ചെയ്യുക. നമ്മൾ ഏറ്റവും കൂടുതൽ അങ്ങ് ഗീവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും തരുന്നുണ്ടാവില്ല, നമുക്കൊന്നും കിട്ടുന്നുണ്ടാവില്ല. എപ്പോഴും ഒത്തിരി അധികം ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ നിൽക്കാനായിട്ട് എപ്പോഴും ഒത്തിരി ഗീവ് ചെയ്യാതിരിക്കുക എന്നുള്ളത്, ഒത്തിരി കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വാല്യൂ ഇല്ലാണ്ടാവും. അപ്പൊ ആ ഒരു എനർജിയിൽ നിൽക്കാതിരിക്കുക. അപ്പോഴേക്കും നമ്മൾ പറയത്തില്ലേ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സുകൾ തമ്മിലാണ് അട്രാക്ട് ചെയ്യുന്നുള്ളത്. അപ്പം ഇവിടെ നിങ്ങളും പോസിറ്റീവാണ്, അവരും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് അട്രാക്ട് ആവില്ല. ഇവിടെ നിങ്ങൾ പോസിറ്റീവ്, അവർ നെഗറ്റീവ്, ആ ഒരു എനർജീസ് ലൈക്ക് ഉണ്ടല്ലോ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജീസുകളെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും ഒരു ഡിറ്റാച്ച്മെന്റ് എനർജിയിൽ ഇഷ്ടമുണ്ടെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അറ്റാച്ച്മെന്റ് ഇങ്ങോട്ട് കൂടുന്നുണ്ടാവും. ഓക്കെ, അപ്പം അവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആവും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ പറഞ്ഞു വരുന്നത് എന്നുള്ളത്. എത്രയൊക്കെ നല്ല റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ബൗണ്ടറീസ് എപ്പോഴും നല്ലതാണ്. ആൾക്ക് പേടി വരണം, യെസ്, ഞാൻ എന്തെങ്കിലും അവളോട് അല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ആ ഒരു വ്യക്തി എനിക്ക് വാല്യൂ ഇല്ലാതാക്കി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്റെ ലൈഫിൽ നിന്ന് പോകും എന്നുള്ളൊരു ഫിയർ നിൽക്കുന്നുണ്ടാണ് അവരുടെ മൈൻഡിൽ. ആ ഒരു ഫിയർ അവിടെ ഉള്ളപ്പോഴാണ്, ഫിയർ ഉള്ളപ്പോഴല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്. നിങ്ങൾക്കും അത് തന്നെയല്ല, നിങ്ങൾ ആ ഒരു വ്യക്തി പോകുമോ എന്നുള്ളൊരു ഫിയറിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്. സെൽഫ് റെസ്പെക്ട് പോയെങ്കിൽ പോട്ടെ എന്നുള്ള രീതിക്ക്. അപ്പൊ അതുപോലത്തെ ഒരു എനർജിയിൽ ആ ഒരു വ്യക്തിയെ വരാനായിട്ട് അനുവദിക്കുക. ഇനി ഒരു വ്യക്തി റിട്ടേൺ വരും, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും, പ്രോഗ്രസ് ഉണ്ടാവും കണക്ഷനിൽ.
അതിൽ നിങ്ങൾ പോയി എഫോർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അവരെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അനുവദിക്കുക, അവർക്ക് റിയലൈസ് ചെയ്യാനായിട്ട് അനുവദിക്കുക. ലെറ്റ് ദം റിയലൈസ് എന്താണ് അവർ നിങ്ങളോട് ചെയ്തത്, എന്താണ് അവരെ ശരിക്കും ആ ഒരു നിങ്ങളെന്നുള്ള ഒരു വ്യക്തി ഇവരുടെ ലൈഫിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസ്, അതിനെ ഫീൽ ചെയ്യാനായിട്ടുള്ള ടൈം കൊടുക്കുക. പോയി നിങ്ങൾ ചേസ് ചെയ്യേണ്ട ആരെയും. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, കാമായിട്ടിരിക്കുക, ഹൈ വൈബ്രേഷനിൽ ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. സാഡ് ആയിട്ടുള്ള പോസ്റ്റുകളൊന്നും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഹാപ്പി ആണെന്ന് അവർക്ക് തോന്നണം. അവർക്ക് ഒരു ഫീലിങ്സ് വരണം. ഇപ്പോഴും ഇവർക്ക് ആ ഒരു ഫീലിങ്സ് ആണ്, ഞാൻ പോയിട്ട് അവൾക്കൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് അവനൊന്നുമില്ല എന്നുള്ള ഒരു എനർജി അവർക്ക് നിങ്ങളെ കുറിച്ചിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു എനർജി വെരി ഗുഡ് ആണ്, സൂപ്പർ ആണ്. അപ്പം ഈ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തിക്ക് ഫിയർ ഉണ്ട്, നിങ്ങളെ ഈ ഒരു വ്യക്തി ഇട്ടിട്ട് പോവോ, ശരിക്കും ഇനി ഇവരുടെ ലൈഫിൽ ആരെങ്കിലും വന്നോ എന്നുള്ളൊരു ഫിയർ നല്ല രീതിക്ക് ഈ ഒരു വ്യക്തിക്കുണ്ട്. ആ ഒരു പേടിയും ഭയവും ഈ ഒരു വ്യക്തിക്ക് ഉള്ളത് കൊണ്ടാണ് ഇവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. റീസെന്റ് ആയിട്ട് എനിക്കൊരു ടോപ്പിക് വന്നിട്ടുണ്ടായിരുന്നു, റീയൂണിയൻ പോസിബിൾ ആകുമോ എന്നുള്ളത്. അത് നമ്മൾ അധികം വൈകാതെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.